الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇന്ന് നമുക്ക് സൂറത്തുൽ മാഇദയിലെ 83, 84 രണ്ടായത്തുകൾ പരസ്പരം ബന്ധപ്പെട്ടതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين. وإذا سمعوا അവർ കേട്ടാൽ മാ ഉൻസില ഇല റസൂലി റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ തറ നിനക്കു കാണാം അഅ്യുനഹും അവരുടെ കണ്ണുകളെ തഫീലു മിനദ്ദംഇ കണ്ണുനീരിനാൽ നിറഞ്ഞൊഴുകുന്നതായി. തഫീലു ഒഴുകുന്നു മിനദ്ദംഇ കണ്ണുനീരിൽ നിന്നും. മിമ്മാ അറഫു മിനൽ ഹഖ് സത്യത്തിൽ നിന്ന് അവർ അറിഞ്ഞതിനാൽ. യഖൂലൂന അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. ഫക്തുബ്ന നീ ഞങ്ങളെ രേഖപ്പെടുത്തണം മഅ ഷാഹിദീൻ സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം. വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ്? വമാലന ഞങ്ങൾക്ക് എന്താണ്? ലാ നുഅ്മിന വമാലന ലാ നുഅ്മിനു ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്താണ്? ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്. വമാ ജാഅനാ മിനൽ ഹഖ് സത്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് വന്നു കിട്ടിയതിനെയും വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം എന്നർത്ഥം. വനതുമഉ ഞങ്ങൾ കൊതിക്കുന്നു യുദ്ഖിലന ഞങ്ങളെ അവൻ പ്രവേശിപ്പിക്കണമെന്ന്. റബ്ബുന ഞങ്ങളുടെ നാഥൻ പ്രവേശിപ്പിക്കണമെന്ന്. മഅൽ ഖൗമി സ്വാലിഹീൻ സച്ചരിതരായ ജനങ്ങളോടൊപ്പം. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇദാ സമിഉ അവർ കേട്ടാൽ. സമിഅ കേട്ടു, സമിഉ അവർ കേട്ടു. ഇദാ സമിഉ അവർ കേട്ടാൽ അവർ കേൾക്കുകയും ചെയ്താൽ. മാ ഉൻസില ഇല റസൂലി റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ തറ താങ്കൾക്കു കാണാം അഅ്യുനഹും അവരുടെ കണ്ണുകളെ തഫീലു നിറഞ്ഞൊഴുകുന്നതായി മിനദ്ദംഇ കണ്ണുനീരിൽ നിന്നും. മിമ്മാ അറഫു അവർ അറിഞ്ഞതിൽ നിന്ന്. മിനൽ ഹഖ് സത്യത്തിൽ നിന്ന് അവർ അറിഞ്ഞതിനാൽ കണ്ണുനീരൊഴുകുന്നതായി അവരുടെ കണ്ണുകളെ കാണാം. യഖൂലൂന അവർ പറയുന്നു റബ്ബന ഞങ്ങളുടെ നാഥ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഫക്തുബ്ന ആയതിനാൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണം മഅ ഷാഹിദീൻ സാക്ഷികളോടൊപ്പം. സത്യത്തിന് സാക്ഷികളായവരോടൊപ്പം ഞങ്ങളെയും ചേർക്കണം. വമാലന ഞങ്ങൾക്ക് എന്താണ്? ലാ നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്. വമാ ജാഅന ഞങ്ങൾക്ക് വന്നതിലും വിശ്വസിക്കാതിരിക്കാൻ. മിനൽ ഹഖ് സത്യത്തിൽ നിന്നും. വനതുമഉ ഞങ്ങൾ കൊതിക്കുന്നു അൻ യുദ്ഖിലന റബ്ബുന ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ പ്രവേശിപ്പിക്കണം എന്ന്. മഅൽ ഖൗമി സ്വാലിഹീൻ സച്ചരിതരായ ജനങ്ങളോടൊപ്പം. റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കേട്ടാൽ കണ്ണുനീരണിയുക, കണ്ണുനീരൊഴുകുക, കണ്ണിൽ നിന്നും നിറഞ്ഞൊഴുകുക അവർ മനസ്സിലാക്കിയ സത്യം കൊണ്ട്. ഇത് നേരത്തെ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞിരുന്നത് നസാറാക്കളാണ് വിശ്വാസികളോട് അല്പം കൂടി സ്നേഹത്താൽ അടുത്തു നിൽക്കുന്നവർ.
അവരിൽപ്പെട്ട ചില ആളുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പരിഭാഷകളിൽ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവ്, രണ്ട് സന്ദർഭങ്ങളാണ് ഇതിൽ തഫ്സീറുകളിലുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രണ്ട് സന്ദർഭം ഞാനൊന്ന് പറഞ്ഞ കാര്യം വ്യക്തമാവും. നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്ക്, നജ്ജാശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്യോപ്യയിലെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ നിയോഗിച്ചു. അപ്പോൾ അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അടക്കമുള്ള സഹാബികൾ ഹിജ്റ ചെന്ന് അവിടെ ഉണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തൻ്റെ ദൗത്യം അറിയിച്ചുകൊണ്ട് ഒരു ദൂതനെ അയച്ചു. നജ്ജാശി രാജാവ് എഴുത്ത് വായിക്കുകയും ദൂതനെ ആദരിക്കുകയും ശേഷം ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ ആളെ അയച്ച് വരുത്തുകയും ചെയ്തു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മക്കയിൽ നിൽക്കക്കള്ളിയില്ലാതായിട്ട് കുറച്ച് ആളുകൾ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽ അവരുടെ നേതാവായിട്ടുള്ള ആളാണ്. അബൂ ത്വാലിബിൻ്റെ മകനാണ്. വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നജാഷി രാജാവിൻ്റെ രാജസദസ്സിലുള്ള പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ വിളിച്ച് ജഅഫർ റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ജഅഫർ റളിയല്ലാഹു അൻഹു അവരോട് ദീനിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് സൂറത്ത് മറിയമായിരുന്നു. സൂറത്ത് മറിയം. ഈ മറിയം ജഅഫർ റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചപ്പോൾ അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിനോട് തന്നെ പൊരുത്തപ്പെടുന്നതായി, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ വിശദീകരണമോ പൂർത്തീകരണമോ ഒക്കെ ആയി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. നജാഷി രാജാവിൻ്റെ കരച്ചിൽ കൂടെയുള്ള പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും മനസ്സിൽ തട്ടി. അവർക്കും ഈ കാര്യം കേട്ടപ്പോൾ ഇതൊക്കെ ഒരേ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന വാചകങ്ങളാകുന്നു എന്നവർക്ക് ബോധ്യമായി. അഥവാ ബൈബിളും അല്ലെങ്കിൽ ഇഞ്ചീലും ഖുർആനും ഒരേ സ്രോതസ്സിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള, അഥവാ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള വേദമാണ് എന്നവർക്ക് ബോധ്യമാവുകയും ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ അവർ കരയുകയും ചെയ്തു എന്നതാണ് ഒരു സംഭവം. മറ്റൊരു സംഭവം അല്പം കൂടെ വ്യത്യാസമുള്ളതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് നജ്ജാശി രാജാവിൻ്റെ ഒരു പ്രതിനിധി സംഘം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവാദം നടത്താൻ വേണ്ടി ക്രിസ്തുമതത്തിൻ്റെ മഹത്വവും മേന്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നു. അവരുടെ ദഅവ പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ ക്രിസ്തുമതത്തിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു. ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ വന്ന ഈ പണ്ഡിതന്മാരും നേതാക്കളും അടങ്ങുന്ന സംഘം കരഞ്ഞു. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നും തഫ്സീറുകളിലുണ്ട്. ഈ രണ്ടാലൊരു സംഭവമാണ് സൂചിപ്പിച്ചിട്ടുള്ളതെങ്കിലും അള്ളാഹുവിൻ്റെ വാചകങ്ങൾ മനസ്സിൽ കൊള്ളേണ്ടതുണ്ടെന്നും അള്ളാഹുവിൻ്റെ വാചകങ്ങൾ യഥാവിധി വിശ്വാസികൾ കേട്ടാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമെന്നുമൊക്കെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആണ് വഇദാ സമീഉ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തമായിട്ടുണ്ടാകും. ഖുർആൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരേ രീതിയിലും ഒരേ താളത്തിലും ഒരേ ഈണത്തിലും ഇങ്ങനെ വായിച്ചു പോകാനുള്ളതല്ല. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന അതേ വികാരത്തോടു കൂടിയല്ല നരകത്തെക്കുറിച്ച് വായിക്കേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വാചകങ്ങൾ വായിക്കുന്ന അതേ വികാരത്തിലും വിചാരത്തിലുമാകരുത് മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത് എന്നൊക്കെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മുൻഗാമികളൊക്കെ അത് വളരെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഖുർആൻ വായിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വൈദാ സമീഉ മാ ഉൻസില ഇല റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. സത്യം മനസ്സിലാക്കിയത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതനിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കേട്ടാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഇത് ഖുർആൻ ഇവിടെ മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഖുർആൻ വായിക്കുമ്പോൾ വിശ്വാസികളിൽ ഉണ്ടാവേണ്ട മാറ്റത്തെ സംബന്ധിച്ച്, ഉദാഹരണമായിട്ട് സൂറത്ത് സുമറിലെ 73-ാമത്തെ ആയത്ത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ
തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഈ അത്യുത്തമ വചനങ്ങൾ, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ, പരസ്പരം സാമ്യമുള്ള നിയമങ്ങളോ വാചകങ്ങളോ ഒക്കെയാണത്. സാദൃശ്യമുള്ളതായിട്ട് തോന്നും, പക്ഷെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ഓരോ സൂക്തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ, ആവർത്തിച്ചു വരുന്നവ. മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ പേടിക്കുന്നവരുടെ തൊലികൾ അതുകൊണ്ട് പേടിച്ച് രോമാഞ്ചമണിയും എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ വേറെയുമുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ 73-ാമത്തെ ആയത്ത്, സൂറത്തു സജദയിൽ 15-ാമത്തെ ആയത്ത്, ഇതിലൊക്കെ ഖുർആൻ വായിക്കുമ്പോൾ ഒരു വിശ്വാസികളിൽ വരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ വീഴ്ചകൾ ഈ ഖുർആൻ സൂക്തങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കരയുന്ന ഒരു മാനസികാവസ്ഥയാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി, അള്ളാഹു ദൂതനിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേൾക്കുമ്പോൾ, തറ അഅയുനഹും, അവരുടെ കണ്ണുകളെ താങ്കൾക്ക് കാണാം, തഫീലു മിനദ്ദംഇ, കണ്ണുനീരിനാൽ ഒഴുകുന്നതായി, കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നതായി. ഫാല യഫീലു തഫീലു, ഫൈലാൻ എന്നൊക്കെ പറയും നമ്മൾ. ഫൈലാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിനൊക്കെ പറയും, ഒഴുകി വരുന്നതിന്. തഫീലു മിനദ്ദംഇ, കണ്ണുനീരണിയുന്നതായിട്ട്. മിമാ ഇറഫു മിനൽ ഹക്ക്, സത്യത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട്. യഖൂലൂൻ, അവർ പറയുന്നു, റബ്ബന ആമന്ന, നിശ്ചയമായി നാഥ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫക്തുബ്ന മഅ ഷാഹിദീൻ, ഞങ്ങളെ നീ സാക്ഷികളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തണമേ. വമാലന, ഞങ്ങൾക്ക് എന്താണ്, അല്ല ലാ നുഅ്മിനു ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കാതിരിക്കുന്നതിന്. വമാ ജാഅന മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് വന്നതിലും വിശ്വസിക്കാതിരിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത്, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും. വനത്മഉ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അൻ യുദ്ഖിലന റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പ്രവേശിപ്പിക്കണം എന്ന്. മഅൽ ഖൗമിസ് സാലിഹീൻ, സച്ചരിതരായ ജനങ്ങളോടൊപ്പം. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദം വായിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കരയുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ട് കരയുന്ന ഭാഗ്യവാന്മാരുള്ള, കരയുന്ന കണ്ണുകളുള്ള, കാര്യങ്ങൾ ഗ്രഹിക്കുന്ന മനസ്സുകളുള്ള ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും രേഖപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ അവർ പ്രാർത്ഥിച്ചതുപോലെ വനത്മഉ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമിസ് സാലിഹീൻ, സച്ചരിതരായ ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.